ഹായ് ഫ്രണ്ട്സ്, ഷഫീറാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജബൽ ഷംസിലാണ്. ജബൽ ഷംസിൽ ചിക്കൻ ചൂടണം, അങ്ങനെ സൺറൈസ് കാണണം, അങ്ങനെയുള്ള പ്ലാനിലാണ് വന്നിട്ടുള്ളത്. ആദ്യമായി കൊണ്ട് ചിക്കൻ്റെ പരിപാടി. ചിക്കനെ എങ്ങനെ യോഗ ചെയ്യാം? വലത് കൈ 2 തവണ അങ്ങോട്ട് തിരിക്കുക, ഇടത് കൈ ഇങ്ങോട്ട് തിരിക്കുക, കാല് നിവർത്തി സ്ട്രെച്ച് ചെയ്യുക, തലകുത്തി മറിക്കുക. ഗെയ്സ്, നമ്മുടെ ലോങ് റൈഡിന് മുമ്പായിട്ടുള്ള പ്രീ ചെക്കപ്പ്. 4 ടയറും എയറെല്ലാം കൺഫേം ആക്കി. എത്രയല്ല അടിക്കണേ? 33 സാർ, ഒരു 33. അങ്ങനെ മുത്തുമണീസ് ഒരു നൈസ് പണി കിട്ടി. അല്പ ദൂരം വന്നപ്പോൾ എയർ കുറയണ വണ്ടിയുടെ. അപ്പോൾ നമ്മളവിടെ നിർത്തി ചെക്ക് ചെയ്യണ സമയത്ത് ഒമാനിസ് വന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ വണ്ടിയിൽ നിന്ന് അവരെന്നെ സാധനങ്ങൾ എടുത്തിട്ട് അവരെന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. വളരെ നല്ല ഹെൽപ്പായിരുന്നു അവർ ചെയ്തത്. കുറേ ഇൻഫർമേഷനും തന്നു. ബ്രേക്ക് മാക്സിമം അപ്ലൈ ചെയ്യാതെ മാനുവൽ മോഡ് ഇട്ട് ഓടിച്ചിറക്കാൻ പറഞ്ഞു. അല്ല ബ്രേക്ക് ഫെയിലിയർ ഉണ്ടാവും പറഞ്ഞു. ചെത്തിതാക്കില്ലേ? അവന്റെ പഴയ വീഡിയോകളുണ്ടോ? പഴയ വീഡിയോ കണ്ട് നമ്മളവിടെ കണ്ട പോലത്തെ സാധനങ്ങൾ. നേരെ നേരെ അതല്ലേ സമ്മതം അവിടുന്ന് കണ്ടെത്തിയിരുന്നു. 50 കൊല്ലം കൊണ്ട് അവരെ മാറ്റി പ്രോഗ്രാമുകൾ പോയി. ഗെയ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ചുരം കയറാൻ പോണ്, ജബൽ ഷംസ്. അങ്ങനെ ഗെയ്സ്, ജബൽ ഷംസ് പോണ വഴിയിൽ കിട്ടിയൊരു വ്യൂ പോയിൻ്റാണ്. രാത്രിയായി, ശരിക്കും കാണുന്നില്ല, എന്നാലും സൂപ്പർ വ്യൂ ആണ്. അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കിനി എത്ര ദൂരം പോകാണ്ടെന്ന് അറിയില്ല, എന്നാലും അടിപൊളി. ഏകദേശം എത്താൻ 510-20 കിലോമീറ്റർ കൂടി ഉണ്ടാവുള്ളൂ. സൺസെറ്റ് കാണാൻ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് ജബൽ ഷംസിൽ പോയിട്ട്. പക്ഷേ നമ്മൾ വരുന്ന വഴിയിൽ കുറച്ച് സ്ഥലങ്ങൾ വേറെ കയറുകയും പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വണ്ടിക്ക് ചെറിയ പരിപാടികളൊക്കെ വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, നമ്മളിന്ന് അവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ കേസ് നമുക്കിനി പോകേണ്ട വഴി അതാണ്. അവിടെ നിന്ന് ഇങ്ങനെ വരണം, ഈ വഴി ഇങ്ങനെ കടന്നു പോകണം, ഈ വഴി പോകും. ഏകദേശം ആ മലയുടെ അപ്പുറത്തായി വരും തോന്നുന്നുണ്ട്. അവിടെ കുറേ ദൂരെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഹലോ ഗെയ്സ്, നമ്മളിത് ഓഫ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. സോറി, ഇതിലും വേഗം എടുക്കാൻ പറയല്ലേ. ഒരു കല്ല് കളിക്കാൻ മതി, ബാക്കിയുള്ള എല്ലാവരും നോക്കിയിരുന്നിട്ട് സമയത്ത് പപ്പു സാറ് പറഞ്ഞ പോലെ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജബൽ ഷംസിലാണ്. ജബൽ ഷംസിൽ ചിക്കൻ ചൂടണം,
അങ്ങനെ സൺറൈസ് കാണണം അങ്ങനെയുള്ള പ്ലാനിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ ബഡീസ്, നമ്മളെ സ്വന്തം കുക്കർ സച്ചിനും അസിസ്റ്റന്റ് ആശാൻ സമതും പണിപ്പെട്ട പണിയിലാണ്. ചിക്കനെ എങ്ങനെ യോഗ ചെയ്യാം? വലത് കൈ 2 തവണ അങ്ങോട്ട് തിരിക്കുക, ഇടത് കൈ ഇങ്ങോട്ട് തിരിക്കുക, കാല് നിവർത്തി സ്ട്രെച്ച് ചെയ്യുക, തലകുത്തി മറിക്കുക. നിങ്ങൾ പറഞ്ഞ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. കേസ് നമ്മൾ ചിക്കൻ ഒരുവിധം ലെവലായിട്ടുണ്ട്. കട്ടിങ്ങൊക്കെ നമ്മളെ കട്ടിങ് മാസ്റ്റർ. ഇവിടെ നല്ല ഹോട്ടലിൽ പണി ഉണ്ടേ പറയാം. നമ്മൾ എല്ലാ കാര്യവും വേസ്റ്റ് കവറുകളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് ഒന്നും എവിടെ ഇടുന്നില്ല, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. വേസ്റ്റ് ബിൻ കവർ കൊടുത്തിട്ടുണ്ട്, അതിലെല്ലാ വേസ്റ്റുകളും ഇടും. ഓക്കെ, ജബൽ ഷംസിൽ വന്നു കഴിഞ്ഞാൽ സൺസെറ്റും സൺറൈസും കാണാൻ പറ്റിയ ഏരിയ കേട്ടോ ഇത്. ഒരുപാട് ഫാമിലീസൊക്കെ അപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട്. അവർ സൺസെറ്റ് കണ്ട് ഇനിയിപ്പോൾ സൺറൈസും കണ്ട് പോകാനുള്ള പ്ലാനിലാണ്. കുറേ പേര് ചിക്കൻ ചുടലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മളൊരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ക്യാമ്പ് അടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നൈസ് തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഇങ്ങനെ തീയും കാഞ്ഞ് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഒരു അടിപൊളി ഒരു ക്ലൈമറ്റാണ് കേട്ടോ അവിടെ. നൈസ് കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. മസ്കറ്റിലൊക്കെ നല്ല ചൂടാണ്, എന്നാലും ഇവിടെ നൈസ് ക്ലൈമറ്റാണ്. പിന്നെ കേസ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഒരു ഈവനിങ് ടൈമിൽ വരണം, വെളിച്ചുള്ള സമയത്ത് വരണം. എന്നിട്ട് ഇവിടുത്തെ സൂര്യാസ്തമയമൊക്കെ കണ്ട് നൈറ്റിൽ ഇതുപോലെ ടെൻ്റ് അടിച്ച് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചും ചിക്കൻ ചുടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് പിന്നെ മോർണിംഗിൽ സൺറൈസൊക്കെ കണ്ട് നൈസായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കാഴ്ചകൾ കാണാൻ ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ സൺറൈസും തേടിയുള്ള യാത്രയിലാണ്. ഓക്കെ, സെറ്റ് ഏരിയ ആണ് കേട്ടോ. ആ ഡേഞ്ചർ പിടിച്ച ഏരിയ ആണ്, ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല. സെറ്റ് സംഭവം. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു പോകട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് കാണാം ഇവിടെയൊക്കെ സൺറൈസ് കിട്ടണം. സൂര്യതാ അവിടെ എവിടെയോ ഉദിച്ച് വരണുണ്ട്. ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ദൂരത്തേക്ക് പോകണം. ആ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്.